ഇത് ശരിയാവില്ല. എൻ്റെ അമ്മ ഈ പ്രേത ബംഗ്ലാവിലേക്ക് ആരും കയറണ്ട കേട്ടോ. എൻ്റെ പൊന്നെ ഉള്ളു തുടങ്ങിപ്പോ കേട്ടോ. നമ്മൾ ഇത്രയും സ്ഥലത്തൊക്കെ ഒന്ന് വീഡിയോ ചെയ്തിട്ട് ആദ്യത്തെ ഒരു അനുഭവം കേട്ടോ. നമ്മുടെ വാഗമണിനടുത്ത് നിങ്ങളിൽ പലർക്കും അറിയാത്ത, നിങ്ങളിൽ പലരും കണ്ടു കാണാൻ ഒരു സാധ്യതയുമില്ലാത്ത, കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പേടി തോന്നുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മൾ പഴയ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് തേടി ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ വാഗമണ്ണിൽ നിന്ന് ഉപ്പുതറയ്ക്ക് പോകുന്ന വഴിയാണ്. ഈ വഴി പോയിട്ട് ചീന്തലാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എവിടെയാണ് ഈ ഒരു ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്, കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. എന്തായാലും നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട തന്നെ വരും. അപ്പോൾ ബംഗ്ലാവ് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ ഒരു അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചർച്ചുണ്ട്, നമ്മുടെ ഡ്രാക്കുള പള്ളി. ലൂസിഫർ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ലൂസിഫർ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഉപ്പുതറ റൂട്ടിൽ വന്നിട്ട് ചീന്തലാറ് കഴിഞ്ഞ് കാറ്റാടിക്കവലയും കഴിഞ്ഞ് വീണ്ടും ആ സെയിം റൂട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കിത് ഇവിടെ ഒരു പഴയ ഒരു ഫാക്ടറി, ഒരു തേയില ഫാക്ടറിയാണ് കേട്ടോ. പൂട്ടിയിട്ടേക്കുന്ന മൊത്തം പൊളിഞ്ഞ് കിടക്കുന്നൊരു ഫാക്ടറിയാണേ. അത് കണ്ടോ, ഇവിടെയൊക്കെ തേയില കൃഷി ചെയ്തേക്കുന്നത് കാണാം. തേയിലത്തോട്ടങ്ങളാണ് നമ്മൾ വന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പള്ളിയിലേക്ക്. അപ്പോൾ ഇതൊരു ലാൻഡ്മാർക്കായിട്ട് വെച്ചാൽ മതി, ഒരു പൊളിഞ്ഞ ഫാക്ടറി. കുറച്ച് ഇവിടെ മുന്നോട്ട് പോകണം നമുക്ക്. അപ്പോൾ ഈ പറഞ്ഞ ബംഗ്ലാവും ഇതിനടുത്ത് എവിടെയാണ്, എനിക്ക് തോന്നുന്നത് കാറ്റാടിക്കവല ചെന്നിട്ടാണ് പോണേന്ന് തോന്നുന്നു. ചെറിയൊരു സൂചന കിട്ടിയത് അങ്ങനെ കേട്ടോ. എന്തായാലും നമുക്ക് ആദ്യം പള്ളിയിലൊന്ന് പോയിട്ട് തിരിച്ച് ഈ റൂട്ട് തന്നെ തിരിച്ച് കയറി വരേണ്ടി വരും. അപ്പോൾ ഇതാണ് വാഗമണിലെ ഏറെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ലൂസിഫർ ചർച്ച്. ശരിക്കും പറഞ്ഞാൽ ലൂസിഫർ ചർച്ച് എന്നല്ല ഇതിൻ്റെ പേര്, സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച് എന്നാട്ടോ. നമ്മുടെ ലാലേട്ടൻ്റെ ലൂസിഫർ ആ ഒരു ഫിലിമിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണല്ലോ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ലൂസിഫർ ചർച്ച് എന്ന് പറയുന്നത്. ഡ്രാക്കുള പള്ളി എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് വലിയൊരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാട്ടോ ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നതാണ്. ഈ പള്ളിയിൽ ആരാധനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ കയറ്, മണിയുടെ ഒരു കയറൊക്കെ ഉണ്ട്, കയറാം പുത്തൻ കയറൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലാതെ തന്നെ വാഗമണിലൊക്കെ വരുന്നവർ ഈ പള്ളി കാണാനായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. നല്ല പൊരി വെയിലൊക്കെ ആയതുകൊണ്ട് തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ. ഇതിന് ചുറ്റുമായിട്ട് വലിയൊരു എസ്റ്റേറ്റ് തന്നെയാണ്. നമ്മൾ വന്ന ആ ഒരു തേയില ഫാക്ടറിയൊക്കെ ഇല്ലേ, ആ ഒരു ഫാക്ടറി കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം മുന്നോട്ടേക്ക് വന്നാൽ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പിലുണ്ട്. നമ്മളിനി പോകുന്ന ആ ഒരു ബംഗ്ലാവിൻ്റെ ലൊക്കേഷനാണ് ഞാൻ നോക്കിയിട്ട് കിട്ടാത്തത്. അത് നമുക്ക് എന്തായാലും തപ്പിപ്പിടിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു മരം നോക്കി കണ്ടോ, ഒരു ഉണങ്ങി നിൽക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഈ വാഗമരമാണെന്ന് തോന്നുന്നു. ഉണങ്ങി നിൽക്കണം കണ്ടോ, മൊത്തം ഉണങ്ങി വാടിക്കരിഞ്ഞ് നിൽക്കുന്ന. വാടിക്കരിയാനായിട്ട് ഇലയൊന്നുമില്ല, ഒരു ഇത് മരത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാത്രമേ, ശിഖരങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, നല്ല രസമല്ലേ നിൽക്കണതാണ്. ആ പള്ളിയുടെ ഒരു ആംബിയൻസിൽ നിൽക്കണമെന്ന് തന്നെ നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, ഡ്രാക്കുള പള്ളി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ആ ഒരു ഫീലൊക്കെ തോന്നൂട്ടോ ആ മരം കണ്ടു കഴിഞ്ഞാൽ. അതിൻ്റെ താഴെയായിട്ട് കുറേ കല്ലറകൾ കാണാം. ഇത് ബ്രിട്ടീഷുകാരുടെ കല്ലറകൾ, ഈ ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പള്ളിയാട്ടോ. കല്ലറ അവരുടെ ഒന്നുമല്ല, ഈ നാട്ടിലുള്ളവരുടെ തന്നെയാണ്. പേരൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഒത്തിരി കല്ലറ ഈ പള്ളിയുടെ ഈ കോമ്പൗണ്ടിൽ തന്നെ കുറേ കല്ലറകളുണ്ട്. അതിലൊക്കെ എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഓട് കണ്ടോ, പണ്ട് ഈ പള്ളിയിൽ ഓട് മേഞ്ഞതാർന്നേ, അത് മൊത്തം പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. റിനോവേറ്റ് ചെയ്തെടുത്ത കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാവേ. പിന്നെ ഇവിടെ വേറെ ഒരു
പുതിയ രീതിയിലുള്ള ഒരു കല്ലറ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു കേസില്ല, ഈ കേസ് ഇങ്ങനെ ഓരോ അറകളാണ്, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്താണ് കേട്ടോ അടക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ചുറ്റും ഉണ്ടോ. വലിയൊരു ഏരിയയിൽ ഏകാന്തമായിട്ട് നിൽക്കുന്ന ഈ ഒരു പള്ളി മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രദേശത്ത്. അപ്പോൾ ഈ ഒരു പള്ളിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടത് 1952 JM വിൽക്കി എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരനാണ് കേട്ടോ. അദ്ദേഹം ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച പള്ളിയാണ്. ഈ ഒരു പള്ളി ഇവിടെ നിർമ്മിക്കുമ്പം ഈ ഒരു പ്രദേശത്ത് വേറെ പള്ളികളൊന്നുമില്ലായിരുന്നു. ഇതൊരു CSI ചർച്ചാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ വന്ന വഴിക്ക് ഒരു തേയില ഫാക്ടറി കണ്ടില്ലേ, ആ ഒരു ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരും ഈ ഒരു തോട്ടത്തിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരും അവർക്ക് ആരാധിക്കാനായിട്ട് നിർമ്മിച്ച പള്ളിയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് വേറെ പള്ളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട വിവിധ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളൊക്കെ എല്ലാവരും ഒരുമിച്ച് ആരാധിക്കാനായിട്ട് വന്നിരുന്നൊരു പള്ളിയായിരുന്നു. അതിനുശേഷം ആ ഒരു ഫാക്ടറി പൂട്ടിപ്പോവുകയും വേറെ പള്ളികളൊക്കെ വരികയും ചെയ്തേ പിന്നെ ആളുകളൊക്കെ വരാതെയായി. ഫാക്ടറി ഒത്തിരി ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറിയാണ്. നമ്മൾ വന്നപ്പോൾ കണ്ട ആ ഒരു ഫാക്ടറിയുടെ കാര്യമാണ് പറയുന്നത്. ആ ഒരു ഫാക്ടറിയും ഈ ഒരു തോട്ടത്തിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഇവിടുന്ന് പോവുകയുണ്ടായി. അങ്ങനെ ഈ ഒരു പള്ളി ആരും വരാതെയായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിജനമായ ഒരു സ്ഥലത്ത് ഏകാന്തമായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്നതുകൊണ്ടാണ് ഈ നാട്ടിലുള്ളവരൊക്കെ ഡ്രാക്കുളപ്പള്ളി എന്ന് വിളിച്ചു പോന്നിരുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോഴാണല്ലോ ഈ ഒരു പള്ളി കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ഇത്രയും ഒരു സ്ഥലത്ത് ഈ ഒരു തേയിലക്കാടിൻ്റെ നടുവിൽ ഇങ്ങനെ ഏകാന്തമായിട്ട് നിൽക്കുന്ന പള്ളിയും അതൊന്നും പോരാത്തതിന് ആ ഒരു മരമൊക്കെ കാണുമ്പോൾ നമുക്ക് അതേ ഒരു ഫീൽ തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ അതിൽ വേറെ കാര്യമോ ഇവിടെ ചെറുതാനോ ഡ്രാക്കുളയോ ഒന്നുമില്ല. ആ ഒരു പേര് വരാനുള്ള കാരണം ഇതാട്ടോ. അതുപോലെ തന്നെ ലൂസിഫർ ചർച്ച് എന്ന് വിളിക്കാനുള്ള എന്താ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു മൂവിയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ലൂസിഫർ ചർച്ച് എന്ന് പിന്നീട് പേര് വന്നത്. അങ്ങനെ 3 പേരുകളിലാണ് ഈ ഒരു പള്ളി അറിയപ്പെടുന്നത്. പിന്നീട് കുറേ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് മിക്ക ടൈമിലും ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇതിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു ലൂസിഫർ ആ ഒരു ഫിലിം ഇറങ്ങിയ പിന്നെയാണ് ഈ ഒരു പള്ളി നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ റിനോവേറ്റ് ചെയ്ത് ഇനി കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ വന്ന് അങ്ങനെ പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അതിൻ്റെയാണ് കുറച്ച് ഓടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് ഇപ്പോൾ നല്ല പ്രൗഢിയോടെയാണ് നിലവിൽ ഈ ഒരു പള്ളി നിലകൊള്ളുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പള്ളിയുടെ പ്രദേശത്ത് നിന്ന് പോവാം. നമുക്ക് ബംഗ്ലാവ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നല്ല പൊരി വെയിലായി, രാവിലെ ഒരു കോടയൊക്കെ ഉണ്ടെങ്കിൽ കോടയുടെ ഒരു ആംബിയൻസിൽ ഈ പള്ളി എടുത്ത് വരുവാണെങ്കിൽ അടിപൊളിയാറുണ്ടോ. ഒരു വെയിലായതുകൊണ്ട് ഒരു സുഖമില്ല ഇവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കാറ്റാടിക്കവല എത്തി. കാറ്റാടിക്കവലയിൽ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി നമുക്കൊന്ന് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം. ഇതാട്ടോ കട്ടപ്പന റൂട്ട്. ഒത്തിരി ദൂരം ഉണ്ടോ? കാണാവോ? റോഡ് സൈഡിൽ നിന്ന് കാണാവോ? ആ, ചേട്ടൻ്റെ വീട് എവിടെയാണോ? ബംഗ്ലാവ് കാണാനാ. അപ്പോൾ എനിക്ക് വഴി കറക്റ്റ് അറിയില്ല കേട്ടോ. ഇവിടെ ഒരു ചേട്ടനെ കണ്ട, ചേട്ടൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ചേട്ടൻ എവിടെ പോകണ്ടേ? എവിടെ ഇറങ്ങണ്ടേ? ഇവിടെ ഇറങ്ങിയാൽ മതിയോ? ഇതിലെ കുറച്ച് പോയാൽ മതി അല്ലേ? ശരി, വേണ്ട കണ്ടോളാം. ആയിക്കോട്ടെ ശരി എന്നാൽ. എൻ്റെ അമ്മോ,
അങ്ങനെ വഴിയിൽ വെച്ച് കണ്ട ഒരു ചേട്ടൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ബംഗ്ലാവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ പാടൊന്നുമില്ല കണ്ടുപിടിക്കാനായിട്ട്. നമ്മുടെ കാറ്റാടിക്കവല വന്നിട്ട് കട്ടപ്പന റോഡിൽ കുറച്ച് ദൂരം ഒരു കിലോമീറ്റർ ഓടിയാൽ മതി കേട്ടോ. റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഇടത്തോട്ടൊരു മൺവഴി കാണാം. അതിൽ നേരെ കയറി വരുന്ന ഈ ഒരു ബംഗ്ലാവിലേക്കാണ്. ഭയങ്കര കൂറ്റം ബംഗ്ലാവാട്ടോ. നമുക്ക് എന്തായാലും അകത്തേക്കൊന്ന് നടന്നു നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ 2 കൂറ്റൻ ഇതെന്താ പൈൻ മരങ്ങളാട്ടോ. അത് ഇങ്ങനെ നിൽക്കുന്നത് നോക്കി, ഇങ്ങനെ ശിഖരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഭീകര രൂപത്തിലാട്ടോ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ മുന്നോട്ടേക്ക് വരുമ്പോൾ തന്നെ 2 വഴി തിരിയുന്നുണ്ട്. അപ്പം നേരെ മുൻഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നേരെ പോവാതെ നമ്മളവിടെ ബൈക്ക് വെച്ചേക്കണിട്ടില്ല. അതൊരു വഴിയാണ്, ഇതും ഒരു വഴിയാട്ടോ. 2 മരങ്ങളൊന്നും അല്ല, പൈൻ മരങ്ങൾ തന്നെ ചുറ്റും നിൽക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഭയങ്കര വലുപ്പത്തിൽ ഒത്തിരി വർഷം പഴക്കമുള്ള മരം. അത് കണ്ടാൽ അറിയാം കേട്ടോ, അതിൻ്റെ തടിയൊക്കെ ഉണ്ട് ഇങ്ങനെ അറിയാം. അങ്ങനെ വന്ന് നമ്മളിങ്ങനെ നടക്കുമ്പോൾ എന്തൊക്കെയാണ് അനങ്ങുന്നുണ്ടല്ലോ, എന്താണ് പാമ്പ് വല്ലതാണോ? അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബംഗ്ലാവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടുവിടാം. കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, മൊത്തം കാട് കയറി കിടക്കും കേട്ടോ. ഇത് കൂറ്റൻ ബംഗ്ലാവാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ വീഡിയോ ചെയ്തതിലൊക്കെ വെച്ച് ഏറ്റവും വലിയൊരു ബംഗ്ലാവാട്ടോ. അങ്ങനെ നടന്നു വരുമ്പോൾ നമുക്കിവിടെ ഒരു ഡോറ് കാണാം. അതിൻ്റെ ഭിത്തിയൊക്കെ നോക്കാം, മൊത്തം വള്ളിപ്പടർപ്പുകളൊക്കെ കയറി കിടക്കണം. നോക്കി, ഇതൊരു മുറി. അമ്മോ, ഇതൊരു മുറിയാട്ടോ. അതെ, അതിൻ്റെ അകത്ത് മരക്കുറ്റികളാണ് എന്തൊക്കെ കൊണ്ട് ഇട്ടേക്കുന്നത്. നോക്കി, നമുക്കെന്തായാലും ആദ്യം മുൻവശത്തൊന്ന് പോയി നോക്കാവേ. ഇതല്ല അതിൻ്റെ, ഇത് മിക്കവാറും കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള പോർച്ച് വല്ലതായിരിക്കും. മരം കണ്ടോ, ഇത് പൈൻ മരം തന്നെയാണ്. അതെ, പൈൻ മരം കേട്ടോ. എത്ര എണ്ണം നിൽക്കണേന്ന് നോക്കേ. ഇത് വല്ലാത്തൊരു അന്തരീക്ഷമാണേ. ഇപ്പം ഈ ഒരു സമയമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ രാവിലെ അതിരാവിലെയോ രാത്രിയിലൊക്കെ വരണം, സന്ധ്യയാകുമ്പോഴൊക്കെ വരണം. അമ്മ വേറെ മൂടായിരിക്കും കേട്ടോ. മരങ്ങളൊക്കെ അങ്ങ് കെയർ ചെയ്യാതുകൊണ്ട് തന്നെ മൊത്തം മരങ്ങളൊക്കെ വളർന്ന് കാടും പള്ളയും കയറി കിടക്കുന്നുണ്ടോ. ഓ, ഇതാണേ. ഇത് എന്തോരം ഏരിയ ഉണ്ടെന്ന് അറിയാം. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നില്ല, മൊത്തം കാട് പിടിച്ച് കിടക്കണ്ട. അതൊക്കെ ബംഗ്ലാവിൻ്റെ ആ ഒരു മുറികളൊക്കെ ആട്ടോ. മൊത്തം തലയെ വീഴോ. ഇവിടെ ആരാ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു സൂചന പോലെ കയറൊക്കെ ഇട്ടിട്ടേക്കണം. നോക്കി, എന്തൊക്കെയാണോ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. മെയിൻ വാതിലൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചേക്കും കേട്ടോ, ഷീറ്റ് വെച്ചിട്ട്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ലായിരിക്കും മിക്കവാറും. ഈ പ്രദേശം എൻ്റെ അമ്മോ, ഇത്രയും വലിയൊരു ബംഗ്ലാവ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതെന്താ ഒരു കസേര, സായിപ്പിൻ്റെ കസേര ആയിരിക്കാം. ഒരു ഏരിയ തന്നെയുണ്ടേ. അതിൻ്റെ ഉൾവശം കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേ എത്ര മുറിയായിരിക്കും ഇതിന്. ഭിത്തിയിലൊക്കെ ആളുകളൊക്കെ ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ടോ. ഭിത്തിയിലൊക്കെ മൊത്തം എഴുത്തും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു നെരിപ്പോട് കത്തിക്കാനായിട്ടുള്ള ഒരു പോർഷനാട്ടോ. ഫർണിച്ചർ ബാത്റൂമാണ്. അതിനകത്ത് ബാത്ത് ടപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. നല്ല ആനിമൽസ് എല്ലാം ഉണ്ടാവും അത്. അയ്യോ ടമ്മോ, വാവല്. അയ്യോ, ഇതെന്തോരം മുറിയാണ് ഇതിൻ്റെ ഇത്. എല്ലാ മുറിയിലും നെരിപ്പോടൊക്കെ ഉണ്ട് കേട്ടോ. വാവല് പറഞ്ഞു നോക്കി.
എന്തൊരു ജീവി! എൻ്റെ അമ്മ, ഈ പ്രേത ബംഗ്ലാവിലേക്ക് ആരും കയറണ്ട കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ജീവി, നമ്മൾ കേട്ട ജീവി എന്താ അത്, ഒരു മിന്നായം പോലെ ഉണ്ടല്ലോ, ഒറ്റ പാഞ്ഞെടുത്തിട്ട് പോക്ക് പോയിട്ടോ. എൻ്റെ അമ്മ, വവ്വാലുകളും ഇതിനകത്ത് ഇല്ലാത്തതില്ല. നമുക്കിപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇറങ്ങിയേക്കാം, ഇത് ശരിയാവില്ല. കാരണം എന്തോ ഒരു അജ്ഞാത ജീവിയാണ്, എന്താണെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല. എലിയല്ല കീരിയല്ല, മരപ്പെട്ടിനെ അങ്ങനെ ഇട്ടില്ല, അതാണെന്ന് അറിയില്ല. എന്തായാലും നല്ല വലിപ്പമുണ്ട് കേട്ടോ, ഒരു പന്നിയുടെ അത്രയും വലിപ്പമുണ്ട്. എൻ്റെ പൊന്നെ, ഉള്ളു തുടങ്ങിപ്പോട്ടോ. കാര്യം അത് മനുഷ്യനെ ഉപദ്രവിക്കുന്ന അല്ലാന്ന് തോന്നുന്നു. എന്നെ കണ്ടിട്ട് പേടിച്ച് ഓടിയതോ. ഇതിൻ്റെ ഈ ബംഗ്ലാവ് കണ്ട് ഞാൻ ശരിക്കും കിടുങ്ങി പോട്ടോ. ഇതിൻ്റെ ആംബിയൻസിൽ നിൽക്കുന്നതേ, ഇത് മഴയുള്ള സമയത്തൊക്കെ ഇങ്ങോട്ടൊക്കെ വരണം. അല്ല, അയ്യോ, വേറെ ലെവലായിരിക്കും, ഒരു ഹൊറർ ആംബിയൻസ് ആട്ടോ എൻ്റെ പൊന്നു. അപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടോ. വാഗമണ്ണിൽ നിന്ന് ഒറ്റ പോക്ക് പോകുന്നിട്ട് തൊടുപുഴ അടുത്തെത്താറായിട്ടോ. മലങ്കര ജലാശയമാണ് ആ കാണുന്നത്. അത്ര സേഫായിട്ടുള്ളൊരു പ്ലേസ് അല്ല കേട്ടോ. കാര്യം അതിൻ്റെ പുറത്ത് നിൽക്കുമ്പം എന്തൊക്കെയോ ശബ്ദങ്ങൾ അകത്തുനിന്നാണോ പുറത്തുനിന്നാണോ ഒക്കെ കേൾക്കുന്നുണ്ടേ. മിക്കവാറും നമ്മൾ കണ്ട പോലെയുള്ള ജീവികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. എന്തായാലും ഞാൻ വിചാരിക്കുന്നപ്പോൾ അതിന് പകരം ആ ഒരു മുറിക്കകത്തേ വല്ല പുലിയോ കരടിക്കോ ആയിരുന്നെങ്കിലോ തീർന്നെന്ന് കൂട്ടിയാൽ മതി കേട്ടോ. ചാൻസ് ഉണ്ട് കാണാനുള്ള, കാരണം വെച്ചാൽ അത്ര കാട് പിടിച്ച് ഒറ്റപ്പെട്ട് വിജനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ എന്തായാലും രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം. പിന്നെ ആ ഒരു ബംഗ്ലാവ് എന്ന് പറഞ്ഞത് ഒരു സായിപ്പിൻ്റെ ബംഗ്ലാവ് ആയിരുന്നു കേട്ടോ. ഒറ്റക്കണ്ണൻ സായിപ്പിൻ്റെ ബംഗ്ലാവ് ആയിരുന്നു. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സായിപ്പിന് ഒരു കണ്ണില്ലായിരുന്നു. പുള്ളീനെ ഒറ്റക്കണ്ണൻ സായിപ്പ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ അടുത്തുള്ള ഒരു എസ്റ്റേറ്റൊക്കെ ഉണ്ടല്ലോ, ആ എസ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ട ബംഗ്ലാവ് ആയിരുന്നിരിക്കാൻ മിക്കവാറും 100 വർഷത്തിന് മുകളിൽ പഴക്കമാണ് കേട്ടോ. അപ്പം ഞാനെങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സുഹൃത്ത് ഇടുക്കിയിലുള്ള വിനോ ഇടുക്കി വ്ളോഗ്സ് ചാനലിലുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് പറഞ്ഞത് കേട്ടോ. നേരാണെന്ന് അറിയില്ല, എന്തായാലും ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നോട് തനിച്ച് പോകണ്ട, കൂടെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് പ്രത്യേക ചേട്ടനോട് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ നോക്കിയിട്ട് ആരും കിട്ടിയൊന്നുമില്ല. അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ തന്നെയാണ് പോകാറുള്ളത്. എന്തെങ്കിലുമൊക്കെ പണി കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് മേടിച്ചാൽ പോരാ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആരും തനിച്ച് പോകാനായിട്ട് നിൽക്കുമൊന്നും വേണ്ട. എന്തായാലും നമ്മുടെ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.